എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. സാമ്പാർ ഒരു നാടൻ സാമ്പാർ. അത് എൻ്റെ ഒരു സാമ്പാറാണ്. അത് എൻ്റെ രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കത്തിരിക്ക നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ആ കത്തിരിക്കയാണ് ഇന്ന് പറിച്ച് സാമ്പാർ ഉണ്ടാക്കുന്നത്. കത്തിരിക്ക എൻ്റെ സാമ്പാറിന് എന്തൊക്കെ പച്ചക്കറികൾ വേണമെന്ന് വെച്ചാൽ കത്തിരിക്ക വേണം, മുരിങ്ങയ്ക്ക വേണം, ക്യാരറ്റ്, വെണ്ടയ്ക്ക, മത്തങ്ങ, വെള്ളരിക്ക, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്. പക്ഷേ അതിൻ്റെ കൂടെ പിന്നെ ചേനയും കൂടി വേണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചേന ഇല്ലാത്തതുകൊണ്ട് ചേന ഇടുന്നില്ല. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ചേനയും കൂടി ഇതിലിടണം. അടുപ്പ് കത്തിച്ചിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ വെണ്ടയ്ക്ക എടുത്ത് ഇടണം. തക്കാളിയും പച്ചമുളകും ഇടാം. അതിനുശേഷം ഈ പച്ചക്കറികളെല്ലാം ഇതിലോട്ടിടണം. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം വഴണ്ട് വന്നു. അപ്പോൾ നമ്മളൊരു 150 ഗ്രാം പരിപ്പെടുത്ത് കൊച്ചുള്ളിയായിട്ട് കായും കൂടി ഇട്ട് കുക്കറിൽ ഒരു വിസിലിൽ വേവിച്ചതാണ് ഈ പരിപ്പ്. അപ്പോൾ ഈ പരിപ്പ് എടുത്ത് നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് ഇടും.
ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൽ കട്ടക്കായമാണ് ഇടേണ്ടത്. എൻ്റെ അടുത്ത് കട്ടക്കായം ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ഇട്ടത്. അപ്പോൾ പരിപ്പിൻ്റെ കൂടെയും കായം ഇടണം, ഈ സമയത്ത് ഈ കായം ഇടണം. പച്ചക്കറികളെല്ലാം ഇട്ടതിന് ശേഷവും കായം കുറച്ച് അധികം ഇട്ടാൽ സാമ്പാർ നല്ല മണമായിട്ടുണ്ട്. കഷ്ണങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ കുറച്ച് പുളിയെടുത്ത് ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കണം. ഒഴിച്ച് ഒരു സ്പൂണ് ഉപ്പും കൂടി ഇതിലോട്ടിടണം. ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി അടച്ച് വെച്ച് ഒക്കെ വേണം. ഒരു ഇലയും കൂടി ഇതിൻ്റെ മുകളിൽ ഒരു ഇലയും വെച്ച് അടച്ച് വയ്ക്കണം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കണം. ഈ ഇല വെച്ച് അടച്ച് വെച്ചാൽ ഈ ഇലയുടെ ഒരു സ്മെല്ലും ഒക്കെ ഈ സാമ്പാറിലുണ്ടാവും. നല്ല ഏകദേശം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവാനായി. ഒന്നും വെന്തുടയത്തൊന്നുമില്ല, എല്ലാം അതുപോലെ കിടക്കും. കഷ്ണങ്ങളെല്ലാം റെഡിയാവുന്ന സമയത്ത് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിക്കണം. 2 സ്പൂൺ എണ്ണ. കൊച്ചുള്ളി ഇതിനകത്തോട്ട് ഇടണം. കൊച്ചുള്ളി ഇട്ട് 2 വറ്റൽ മുളകും കൂടി ഇതിലോട്ട് കുത്തിയിടാം. ഈ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പിൻ്റെ കൂടെ ചേർത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചിട്ട് നല്ലോണം ഈ മൂത്തതിന് ശേഷം ഈ മുളക് പൊടിയൊക്കെ ഇതിലോട്ട് ഇടാം. ഞാനിപ്പോൾ മുളക് പൊടി 2 സ്പൂണാണ് ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി. എരിവ് കുറവുണ്ട്. ഇത് ഞങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഇച്ചിരി അധികം ഇട്ടത്. അവസാനം നമ്മുടെ ഈ മല്ലിയില ഇതിനകത്തോട്ട് ഇടാം. അടച്ച് വെച്ച് തീ ഓഫാക്കി ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴേ എൻ്റെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും അധികം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുണ്ട്, അയൽവാസികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്താലും എല്ലാവർക്കും കൂടി ഇത് കൊടുക്കും ഞങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അളവ് കുറച്ച് ചെയ്താൽ മതി. ഇത് നല്ലൊരു സാമ്പാറാണ്. ചോറിൻ്റെ കൂടെ ഇഡ്ഡലി, ദോശ എന്തെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.